തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ നിൽക്കെ പുനർജനി കേസിലെ വിജിലൻസ് റിപ്പോർട്ടുകൾ വെച്ച് സതീശൻ CPIM യുദ്ധം. സതീശനെതിരെ CBI അന്വേഷണം ആവശ്യപ്പെടുന്ന റിപ്പോർട്ട് പുറത്തുവിട്ട് സർക്കാർ. കേസെടുക്കാൻ പറ്റില്ല എന്ന വിജിലൻസ് ക്ലീൻ ചിറ്റ് പുറത്തുവിട്ട് സതീശൻ ക്യാമ്പും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 85 സീറ്റിൽ വിജയ സാധ്യത എന്ന വിലയിരുത്തലിൽ കോൺഗ്രസിന്റെ ബത്തേരി ക്യാമ്പ്. മലപ്പുറത്ത് മുഴുവൻ സീറ്റുകളിലും വിജയപ്രതീക്ഷ. സ്ഥാനാർത്ഥി നിർണയവും തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളും ചർച്ച ചെയ്തു. മാധ്യമപ്രവർത്തകനെ തീവ്രവാദി എന്ന് വിളിച്ചതിൽ ഉറച്ചു വെള്ളാപ്പള്ളി നടേശൻ. ന്യൂസ് മലയാളം ഹലോ മലയാളത്തിൽ. തീവ്രവാദി എന്നാൽ തീവ്രമായി വാദിക്കുന്നയാളെന്നും വ്യാഖ്യാനം. UDF-മായി ചർച്ചയ്ക്ക് തയ്യാറെന്ന് വെള്ളാപ്പള്ളിയുടെ പ്രഖ്യാപനം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സാമുദായിക സമവാക്യങ്ങൾ അനുകൂലമാക്കാൻ BJP. വർഗീയ പരാമർശങ്ങൾ ആവർത്തിക്കുന്ന വെള്ളാപ്പള്ളിയെ ഒപ്പം നിർത്താൻ ആദ്യ നീക്കം. കണിച്ചുകുളങ്ങരയിലെത്തി കൂടിക്കാഴ്ച നടത്തി പ്രകാശ് ജാവദേക്കർ. വെള്ളാപ്പള്ളിയെ സർക്കാർ തിരുത്തണമെന്ന് സമസ്ത AP വിഭാഗം. രാഹുൽ ഈശ്വർ വീണ്ടും അധിക്ഷേപിക്കുന്നു എന്ന പരാതിയുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ കേസിലെ അതിജീവിത. സമൂഹമാധ്യമത്തിലൂടെ തന്നെ ആക്ഷേപിച്ച രാഹുൽ ഈശ്വർ ജാമ്യ വ്യവസ്ഥ ലംഘിച്ചു. ജാമ്യം റദ്ദാക്കണമെന്നും ആവശ്യം. തദ്ദേശ തെരഞ്ഞെടുപ്പ് തോൽവി ചർച്ച ചെയ്യാൻ ഇടതുമുന്നണി യോഗം ജനുവരി 9-ന്. തദ്ദേശ തെരഞ്ഞെടുപ്പ് തിരിച്ചടിക്ക് ഭരണവിരുദ്ധ വികാരവും സംഘടനാ വീഴ്ചകളും വഴിവെച്ചെന്ന് CPI വിലയിരുത്തൽ. തൊണ്ടിമുതൽ കേസിൽ ആന്റണി രാജു നിയമക്കുരുക്കിലായതോടെ തിരുവനന്തപുരം സെൻട്രൽ സീറ്റ് ഏറ്റെടുക്കാൻ CPIM-ൽ ആലോചന. മറ്റത്തൂർ കോൺഗ്രസിലെ കൂറുമാറ്റ പ്രതിസന്ധിയിൽ ഭാഗിക പരിഹാരം. രാജി പ്രഖ്യാപിച്ച് വൈസ് പ്രസിഡന്റ് നൂർജഹാൻ നവാസ്. KPCC നേതൃത്വത്തിന് ഉടൻ രാജിക്കത്ത് കൈമാറും. പ്രസിഡന്റ് SC ജോസ് രാജിവെക്കില്ല. പ്രസിഡന്റ് സ്വതന്ത്രയെന്ന് TM ചന്ദ്രന്റെ ന്യായീകരണം. ഭിന്നശേഷി നിയമനത്തിൽ ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പിന് മറുപടിയുമായി മന്ത്രി V ശിവൻകുട്ടി. തസ്തികകളിൽ ആളെ കിട്ടാത്തതിന്റെ കുറ്റം സർക്കാരിന് ഏറ്റെടുക്കാനാകില്ലെന്ന് മന്ത്രി. വാഗ്ദാനങ്ങളല്ലാതെ സർക്കാർ ഒരു ഇടപെടലും നടത്തിയില്ലെന്ന് മാർ തോമസ് തറയിൽ. കുസാറ്റ് പരീക്ഷാ കൺട്രോളർ ഡോക്ടർ N മനോജിനെ 2006-ൽ റീഡറായി നിയമിച്ചത് യോഗ്യതയില്ലാതെ. അധ്യാപന പരിചയമില്ലാത്ത മനോജിന് നിയമനം നൽകിയത് UDF സിൻഡിക്കേറ്റ്. മനോജിന് യോഗ്യതയില്ലെന്ന് തെളിയിക്കുന്ന രേഖകൾ ന്യൂസ് മലയാളത്തിന്. കലുങ്ക് സംവാദത്തിനിടെ തൃശൂരിൽ സുരേഷ് ഗോപി അപമാനിച്ചുവിട്ട കൊച്ചുവേലായുധന് വീടൊരുക്കി CPIM. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ താക്കോൽ കൈമാറി. വീട് നിർമ്മാണം പൂർത്തിയാക്കിയത് 75 ദിവസങ്ങൾ കൊണ്ട്. കണ്ണൂരിൽ കേരള പ്രൈവറ്റ് ഫാർമസിസ്റ്റ് അസോസിയേഷൻ തലശ്ശേരി ഏരിയ സമ്മേളനം വ്യാപാര ഭവനിൽ നടന്നു. നഗരസഭാ ചെയർമാൻ കാരായി ചന്ദ്രശേഖരൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഫാർമസിസ്റ്റുകൾക്ക് പ്രത്യേക ക്ഷേമനിധി അനുവദിക്കണമെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു. തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനത്തെ പ്രഭാത സവാരിക്കാരുടെ ആവശ്യങ്ങൾ കേട്ടറിഞ്ഞ് മേയർ VV രാജേഷ്. അടിസ്ഥാന സൗകര്യങ്ങളില്ല എന്ന പരാതി ഉയർന്ന പശ്ചാത്തലത്തിലാണ് മേയറും കൗൺസിലർമാരും സ്ഥല സന്ദർശനം നടത്തിയത്. തെരുവുനായ ശല്യം, മാലിന്യ നിക്ഷേപം അടക്കമുള്ള ആവശ്യങ്ങളിൽ അടിയന്തര പരിഹാരമുണ്ടാകുമെന്ന് മേയർ ഉറപ്പു നൽകി. അഖില കേരള GCI ഫെസ്റ്റ് ജനുവരി 10, 11 തീയതികളിൽ കോഴിക്കോട് വളയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ അറിയിച്ചു. കേരളത്തിലെ വിവിധ ജില്ലകളിൽ പ്രവർത്തിക്കുന്ന 17 സ്ഥാപനങ്ങളിൽ നിന്നായി 1000-ഓളം വിദ്യാർത്ഥികൾ മേളയിൽ പങ്കെടുക്കും. പ്രമുഖ ചലച്ചിത്ര നടനും ഗാന്ധിഭവൻ കുടുംബാംഗവുമായിരുന്ന TP മാധവന്റെ പേരിൽ ഗാന്ധിഭവൻ ഏർപ്പെടുത്തിയ TP മാധവൻ അവാർഡ് ജഗതി ശ്രീകുമാറിന് സമ്മാനിച്ചു. തിരുവനന്തപുരത്തെ ജഗതി ശ്രീകുമാറിന്റെ വസതിയിലെത്തിയാണ് ഗാന്ധിഭവൻ ഭാരവാഹികൾ അവാർഡ് സമ്മാനിച്ചത്. കോഴിക്കോട് ജനങ്ങളുടെ ദീർഘകാല ആവശ്യമായ കുണ്ടായിത്തോട് റെയിൽവേ അടിപ്പാത യാഥാർത്ഥ്യമാക്കുന്നതുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ റെയിൽവേ ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചു ചേർക്കുമെന്ന് പൊതുമരാമത്ത് മന്ത്രി PA മുഹമ്മദ് റിയാസ് അറിയിച്ചു. ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗിനൊപ്പം കുണ്ടായിത്തോട് അടിപ്പാത സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. പത്തനംതിട്ടയിൽ ആയുർവേദ മെഡിസിൻ വിദ്യാർത്ഥിയെ വീട്ടിൽ കിടപ്പുമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. കൂടൽ സ്വദേശി ശ്രീഭാരതിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ശ്രീഭാരതിന്റെ മുറിയിൽ നിന്നും ആത്മഹത്യാക്കുറിപ്പും പോലീസ് കണ്ടെടുത്തു. കാസർഗോഡ് ജില്ലാ മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ അഗ്നിവീർ റിക്രൂട്ട്മെന്റ് റാലി ജനുവരി 6 മുതൽ 12 വരെ നടക്കും. കോഴിക്കോട്, കാസർഗോഡ്, കണ്ണൂർ, മലപ്പുറം, തൃശൂർ, വയനാട് ജില്ലകളിൽ നിന്നും കേന്ദ്രഭരണ പ്രദേശങ്ങളായ മാഹി, ലക്ഷദ്വീപ് എന്നിവിടങ്ങളിൽ നിന്നും യോഗ്യത നേടിയ ഉദ്യോഗാർത്ഥികൾക്ക് പങ്കെടുക്കാം. അറിയിപ്പ് ലഭിച്ചവർ ആവശ്യമായ രേഖകൾ സഹിതം എത്തണം. കോഴിക്കോട് ജില്ലാ കേരളോത്സവം സംഘാടക സമിതി രൂപീകരിച്ചു. ജില്ലാ പഞ്ചായത്തും സംസ്ഥാന യുവജനക്ഷേമ ബോർഡും ചേർന്ന് സംഘടിപ്പിക്കുന്ന ജില്ലാ കേരളോത്സവം ജനുവരി 14 മുതൽ വിവിധ വേദികളിലായി നടക്കും. കായിക മത്സരങ്ങൾ ജനുവരി 14 മുതൽ 18 വരെയും കലാമത്സരങ്ങൾ 23 മുതൽ 25 വരെയുമാണ് നടക്കുക. മലയാറ്റൂർ ഫൗണ്ടേഷൻ പ്രഥമ സമഗ്ര സംഭാവന പുരസ്കാരം അരുന്ധതി റോയിക്ക് 50,000 രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. തിരുവനന്തപുരത്ത് നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരം സമ്മാനിക്കും.
പാലക്കാട് നിന്നും ആറന്മുളയിലെത്തി ക്ഷേത്രത്തിൽ വഞ്ചിപ്പാട്ട് സമർപ്പിച്ച വിദ്യാർത്ഥികൾ. പാലക്കാട് ജില്ലാ കലോത്സവത്തിൽ വഞ്ചിപ്പാട്ടിന് എ ഗ്രേഡ് ലഭിച്ച സംഘത്തിലെ വിദ്യാർത്ഥികളാണ് ആറന്മുളയിലെത്തിയത്. കോഴിക്കോട് കക്കാടംപൊയിൽ മിനി ബസ് നിയന്ത്രണം വിട്ട അപകടത്തിൽ തമിഴ്നാട് സ്വദേശികൾക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ മുക്കത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇടുക്കി കഞ്ഞിക്കുഴി പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പുലിയെന്ന് സംശയിക്കുന്ന അജ്ഞാത ജീവിയെ കണ്ടതായി നാട്ടുകാർ. പ്രദേശത്ത് വനംവകുപ്പ് നിരീക്ഷണം ശക്തമാക്കി. ക്യാമറ സ്ഥാപിക്കുകയും ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനയും തുടരുന്നു. മലപ്പുറത്ത് വനംവകുപ്പും കോട്ടയ്ക്കൽ ആര്യ വൈദ്യശാലയും സംയുക്തമായി സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. നെടുങ്കയം അമ്യൂണിറ്റി സെന്ററിൽ വെച്ചായിരുന്നു ക്യാമ്പ്. കോട്ടയ്ക്കൽ ആര്യ വൈദ്യശാല മാനേജിംഗ് ട്രസ്റ്റി ചീഫ് ഡോക്ടർ PM വാര്യർ ഉദ്ഘാടനം ചെയ്തു. മലപ്പുറം പാലക്കാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന തിരുവേഗപ്പുറ പാലത്തിന്റെ ബലപ്പെടുത്തൽ പ്രവൃത്തികൾ നേരിട്ട് നിരീക്ഷിക്കുന്നതിനായി കോട്ടയ്ക്കൽ MLA പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങളുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും സന്ദർശനം നടത്തി. ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KT മൊയ്തു, പഞ്ചായത്ത് മെമ്പർമാരായ P ഷമീം മാസ്റ്റർ, VT അമീർ എന്നിവർ പങ്കെടുത്തു. മലപ്പുറം പൈങ്കണ്ണൂർ മഹാദേവ ക്ഷേത്രത്തിൽ തിരുവാതിര മഹോത്സവത്തിന്റെ ഭാഗമായി മെഗാ തിരുവാതിര അരങ്ങേറി. ദീപാരാധനയ്ക്ക് ശേഷം ക്ഷേത്രാങ്കണത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ 101 പേർ അണിനിരന്നു. കൊച്ചിയിൽ വീണ്ടും സൈബർ തട്ടിപ്പ്. ഗാന്ധിനഗർ സ്വദേശി അയ്യപ്പൻ സതീഷ് പിള്ളയ്ക്ക് സൈബർ തട്ടിപ്പിൽ നഷ്ടമായത് 89 ലക്ഷം രൂപ. മാലിന്യങ്ങൾ അടിഞ്ഞുകൂടിയ കനാൽ വൃത്തിയാക്കിയ കോട്ടപ്പടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉമേഷ് സോഷ്യൽ മീഡിയയിൽ വൈറൽ. കോട്ടപ്പടിയുടെ കുടിവെള്ള സ്രോതസ്സായ വിരിപ്പക്കാട് ചിറയിലേക്ക് ഒഴുക്കി വരുന്ന പെരിയാർ റാലി കനാലാണ് ഉമേഷ് വൃത്തിയാക്കിയത്. പെരുമ്പാവൂരിലെ ലഹരി വസ്തുക്കൾ വിൽപ്പന നടത്തിയ കേസിൽ പ്രതി അറസ്റ്റിൽ. പെരുമ്പാവൂർ സ്വദേശി അജ്മലാണ് പോലീസിന്റെ പിടിയിലായത്. പ്രതിയെ വൈദ്യ പരിശോധനയ്ക്ക് ശേഷം തിരുവനന്തപുരം സെൻട്രൽ ജയിലിലേക്ക് മാറ്റി. അബാക് പബ്ലിക്കേഷൻ സ്പിരിച്വൽ കോൺക്ലേവും അവാർഡ് ദാനവും സംഘടിപ്പിച്ചു. മികച്ച ലീഗൽ കൺസൾട്ടൻസിയായി റോയൽ വിഷൻ, മികച്ച ഇമിഗ്രേഷൻ പാർട്ണറായ ആംസ്റ്റർ ഇമിഗ്രേഷൻസും തെരഞ്ഞെടുക്കപ്പെട്ടു. വൈപ്പിൽ മാനാട്ടുപറമ്പ് തിരുഹൃദയ ദേവാലയത്തിൽ നടത്തപ്പെടുന്ന വൈപ്പിൽ ബൈബിൾ കൺവെൻഷന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഫാദർ സെബാസ്റ്റ്യൻ കുരിശിങ്കൽ, ഫാദർ സുഭാഷ് പരുത്തിയിൽ, ഫാദർ മൈക്കിൾ ഡിക്രൂസ് എന്നിവർ ചേർന്ന് തിരിതെളിയിച്ചു. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ അപ്ലൈഡ് കെമിസ്ട്രി വകുപ്പിന്റെ ഗോൾഡൻ ജൂബിലി വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി സെമിനാർ സംഘടിപ്പിച്ചു. ഗ്രീൻ കെമിസ്ട്രി ഫോർ ബെറ്റർ ലിവിംഗ് എന്ന വിഷയത്തിൽ പ്രൊഫസർ ഡോക്ടർ റാം മോഹൻ പ്രഭാഷണം നടത്തി. കോമയിൽ നിന്ന് അത്ഭുതകരമായ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിയ ഓസ്ട്രേലിയൻ മുൻ ക്രിക്കറ്റ് താരം ഡാമിയൻ മാർട്ടിൻ. മെനിഞ്ചൈറ്റിസ് ബാധിതനായ അബോധാവസ്ഥയിലായ താരം സംസാരിച്ചു തുടങ്ങിയെന്ന് ആദം ഗിൽക്രിസ്റ്റ്. മുഹമ്മദ് ഷമിയെ തുടർച്ചയായി ഇന്ത്യൻ ടീമിൽ തഴയുന്നതിനെതിരെ ഇർഫാൻ പത്താൻ. 450-ലധികം അന്താരാഷ്ട്ര വിക്കറ്റുകൾ സ്വന്തമാക്കിയ താരത്തെ പുതുമുഖത്തെ പോലെ കൈകാര്യം ചെയ്യരുത് എന്ന് പത്താന്റെ വിമർശനം. IPL 19ാം സീസണിൽ വേദിയാകാൻ പൂനെയും രാജസ്ഥാൻ റോയൽസും റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും MCA സ്റ്റേഡിയം സന്ദർശിച്ചു. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് വീണ്ടും സമനില കുരുക്ക്. ലീഡ്സാണ് യുണൈറ്റഡിനെ സമനിലയിൽ തളച്ചത്. മത്സരത്തിൽ ഇരു ടീമും ഓരോ ഗോളുകൾ നേടി. വനിതാ പ്രീമിയർ ലീഗിലെ 4ാം പതിപ്പിൽ UP വാരിയേഴ്സിനെ മെഗ്ലാനിങ് നയിക്കും. ദീപ്തി ശർമ്മയ്ക്ക് പകരമാണ് താരത്തെ ക്യാപ്റ്റനായി പ്രഖ്യാപിച്ചത്. ശനിയാഴ്ച ഗുജറാത്ത് ജയന്റ്സിനെതിരെയാണ് UPയുടെ ആദ്യ മത്സരം. 45ാം വയസ്സിൽ ഓസ്ട്രേലിയൻ ഓപ്പൺ കളിക്കാൻ ഇതിഹാസ താരം വീനസ് വില്യംസ്. വൈൽഡ് കാർഡ് എൻട്രി സ്വീകരിച്ച അമേരിക്കൻ താരം ഓസ്ട്രേലിയൻ ഓപ്പൺ കളിക്കുന്ന പ്രായമേറിയ താരമെന്ന റെക്കോർഡ് സ്വന്തമാക്കും. ആഷസിലെ അവസാന ടെസ്റ്റിൽ ഓസ്ട്രേലിയക്കെതിരെ ഇംഗ്ലണ്ടിന് മികച്ച തുടക്കം. ആദ്യ ദിനം അവസാനിച്ചപ്പോൾ 3 വിക്കറ്റ് നഷ്ടത്തിൽ 211 റൺസ് എന്ന നിലയിലാണ് ഇംഗ്ലണ്ട്. ബോണ്ടി ബീച്ച് വെടിവെപ്പിൽ രക്ഷാപ്രവർത്തനം നടത്തിയ അടിയന്തര സേവന ജീവനക്കാരെയും മറ്റ് രക്ഷാപ്രവർത്തകരെയും ആദരിച്ച് ഇംഗ്ലണ്ട്. ഓസ്ട്രേലിയ ക്രിക്കറ്റ് താരങ്ങൾ ആഷസ് പരമ്പരയിലെ അവസാന ടെസ്റ്റിന് മുന്നോടിയായാണ് ഗാർഡ് ഓഫ് ഓണർ നൽകിയത്. 2020 ലോകകപ്പിൽ കളിക്കാൻ ഇന്ത്യയിലേക്ക് വരില്ലെന്ന് ബംഗ്ലാദേശ്. മത്സരങ്ങൾ ശ്രീലങ്കയിലേക്ക് മാറ്റണമെന്ന് ICCയോട് ആവശ്യപ്പെട്ടു. താരങ്ങൾ ഇന്ത്യയിൽ സുരക്ഷിതരായിരിക്കില്ലെന്ന് ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡ്. 2020 ലോകകപ്പിനുള്ള ബംഗ്ലാദേശ് ടീമിനെ പ്രഖ്യാപിച്ചു. ലിറ്റൺ ദാസ് നയിക്കുന്ന 15-അംഗ ടീമിൽ ടസ്കിൻ അഹമ്മദ് തിരിച്ചെത്തി. ഏഷ്യാകപ്പിൽ ടീമിനെ നയിച്ച ജാക്കർ അലിക്ക് ടീമിൽ ഇടം നേടാനായില്ല. കാസർഗോഡ് മഞ്ഞമ്പാറ ഫൂട്ടി ലീഗിൽ കിരീടം നിലനിർത്തി കാക്ക വൊമ്പാറ്റാസ്. ഫൈനലിൽ ഓഫ് ക്ലബിനെ എതിരില്ലാത്ത ഒരു ഗോളിനാണ് തോൽപ്പിച്ചത്. ഡൽഹി കലാപവുമായി ബന്ധപ്പെട്ട ഗൂഢാലോചന കേസിലെ പ്രതികളുടെ ജാമ്യാപേക്ഷയിൽ സുപ്രീം കോടതി നാളെ വിധി പറയും. ഉമർ ഖാലിദ്, ഷർജീൽ ഇമാം അടക്കം 7 പ്രതികളുടെ ജാമ്യാപേക്ഷകളാണ് വിധി പറയുക. കഴിഞ്ഞ സെപ്റ്റംബറിൽ ഡൽഹി ഹൈക്കോടതി ജാമ്യം നിഷേധിച്ചത് ചോദ്യം ചെയ്ത് നൽകിയ ഹർജികളിലാണ് വിധി പറയുക.
വെനസ്വേലയിലെ അമേരിക്കൻ ആക്രമണത്തിനെതിരെ ഡൽഹിയിൽ ഇടതു പാർട്ടികളുടെ പ്രതിഷേധം. വെനസ്വേലയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചാണ് CPIM, CPI, ഫോർവേഡ് ബ്ലോക്ക് ഉൾപ്പെടെയുള്ള പാർട്ടി പ്രവർത്തകർ ജന്തർ മന്ദറിൽ പ്രതിഷേധിച്ചത്. തൃണമൂൽ കോൺഗ്രസ് MP മൗസം നൂർ കോൺഗ്രസിൽ ചേർന്നു. AICC ആസ്ഥാനത്ത് നടന്ന പരിപാടിയിൽ AICC ജനറൽ സെക്രട്ടറിമാരായ ജയറാം രമേശ്, ഗുലാം മുഹമ്മദ് മിർ, ശുഭാങ്കർ സർക്കാർ എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു മൗസം നൂർ കോൺഗ്രസിൽ ചേർന്നത്. ലവ് ജിഹാദ് തടയാൻ വീടുകളിൽ നിന്നും ശ്രമം ഉണ്ടാകണമെന്ന RSS മേധാവി മോഹൻ ഭാഗവത്. ഹിന്ദു പെൺകുട്ടികൾ മാത്രം മതം മാറുന്നതിലേക്ക് നയിക്കുന്ന സാഹചര്യം ഒഴിവാക്കാൻ ആശയവിനിമയം ഉണ്ടാകണമെന്നും മോഹൻ ഭാഗവത്. ബംഗാളിൽ അധ്യാപക നിയമന അഴിമതി കേസിൽ ടെക്സ്റ്റൈൽ മന്ത്രി ചന്ദ്രനാഥ് സിൻഹയുടെ സ്വത്ത് കണ്ടുകെട്ടി ED. 3.65 കോടി രൂപയുടെ സ്വത്താണ് കണ്ടുകെട്ടിയത്. അയോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് അധ്യാപക നിയമനത്തിനായി ചന്ദ്രനാഥ് സിൻഹ 12.75 കോടി രൂപയോളം കൈപ്പറ്റിയതായുള്ള ED കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ജമ്മു കശ്മീരിൽ അനധികൃതമായി VPN ഉപയോഗിക്കുന്നവരെ കണ്ടെത്താൻ വ്യാപക പരിശോധന നടത്തി പോലീസ്. നിരവധി പേരെ കസ്റ്റഡിയിലെടുത്തു. കശ്മീർ താഴ്വരയിലെ 10 ജില്ലകളിലും ജമ്മുവിലെ ചില ഭാഗങ്ങളിലും VPN സേവനങ്ങൾ നിരോധിച്ചുകൊണ്ടുള്ള ജില്ലാ മജിസ്ട്രേറ്റുമാരുടെ ഉത്തരവ് ലംഘിച്ചതിനെ തുടർന്നാണ് നടപടി. വിമാനയാത്രയിൽ പവർ ബാങ്ക് ഉപയോഗത്തിന് നിരോധനം. യാത്രയ്ക്കിടെ മൊബൈൽ ടാബ് ഉൾപ്പെടെ പവർ ബാങ്ക് ഉപയോഗിച്ച് ചാർജ് ചെയ്യുന്നത് വിലക്കി DGCA. നടപടി ലിഥിയം ബാറ്ററികൾ തീപിടുത്തത്തിന് വഴിവെക്കുന്ന സാഹചര്യം കണക്കിലെടുത്ത്. തമിഴ്നാട്ടിൽ പുതിയ പെൻഷൻ പദ്ധതി പ്രഖ്യാപിച്ച സർക്കാർ. വിരമിക്കുന്ന സർക്കാർ ജീവനക്കാർക്ക് അവസാനം വാങ്ങിയ അടിസ്ഥാന ശമ്പളത്തിന്റെ പകുതി പെൻഷൻ ഉറപ്പു നൽകുന്നതാണ് പദ്ധതി. ഫരീദാബാദ് റെയിൽവേ സ്റ്റേഷന് സമീപം ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിൽ യുവതി പ്രസവിച്ചു. മധ്യപ്രദേശിലെ സിത്തോളി സ്വദേശികളായ ദമ്പതികൾ ജമ്മു കശ്മീരിൽ നിന്ന് ട്രെയിനിൽ സ്വദേശത്തേക്ക് മടങ്ങുന്നതിനിടെയാണ് യുവതി പ്രസവിച്ചത്. ഇൻഡോർ മലിനജല ദുരന്തത്തെ തുടർന്ന് നടത്തിയ കുടിവെള്ള പരിശോധനയിൽ മരണകാരണമാകുന്ന ബാക്ടീരിയകളുടെ സാന്നിധ്യം കണ്ടെത്തി. E. coli, സാൽമോണല്ല, വിബ്രിയോ കോളറ എന്നിവയുടെ സാന്നിധ്യം കുടിവെള്ളത്തിൽ സ്ഥിരീകരിച്ചതായി ആരോഗ്യവകുപ്പ് അറിയിച്ചു. ബലാത്സംഗ കേസിൽ തടവിൽ കഴിയുന്ന ദേരാ സച്ച സൗദ സ്ഥാപകൻ ഗുർമീത് റാം റഹീമിന് വീണ്ടും പരോൾ. 2017 മുതൽ ജയിലിൽ കഴിയുന്ന ഗുർമീത് റാം റഹീമിന് 14ാം തവണയാണ് പരോൾ ലഭിക്കുന്നത്. അനുയായികളെ ബലാത്സംഗം ചെയ്തതിന് 20 വർഷവും മാധ്യമപ്രവർത്തകനെ കൊലപ്പെടുത്തിയ കേസിൽ ജീവപര്യന്തവും ശിക്ഷ അനുഭവിച്ചു വരുന്നതിനിടെയാണ് തുടർച്ചയായി പരോൾ. ഹൈദരാബാദിലെ ഒരു പ്രധാന റോഡിന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പേരിടാനുള്ള തെലങ്കാന സർക്കാരിന്റെ നീക്കം വീണ്ടും ചർച്ചയാകുന്നു. തെലങ്കാന റൈസിംഗ് ഗ്ലോബൽ സമ്മിറ്റിന്റെ മുന്നോടിയായി ആഗോള ശ്രദ്ധ പിടിച്ചുപറ്റുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയുടെ നീക്കം. ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ കഴിഞ്ഞ 5 ദിവസമായി ടൈഫോയിഡ് കേസുകൾ വർദ്ധിക്കുന്നതായി റിപ്പോർട്ട്. ഗാന്ധിനഗർ സിവിൽ ആശുപത്രിയിൽ കുട്ടികൾ ഉൾപ്പെടെ 104 രോഗികൾ നിലവിൽ ചികിത്സയിലാണ്. സർക്കാർ ചികിത്സയും നിരീക്ഷണ ക്രമീകരണങ്ങളും തുടർച്ചയായി ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് ഉപമുഖ്യമന്ത്രി ഹർഷ് സംഘ്വി പറഞ്ഞു. ബംഗളൂരുവിൽ വിവാഹാഭ്യർത്ഥന നിരസിച്ച യുവതിയെ കുത്തിക്കൊന്ന യുവാവിനെ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തി. യെല്ലപ്പൂർ നിവാസിയായ രഞ്ജിതയാണ് കൊല്ലപ്പെട്ടത്. പ്രതി റഫീഖ് ഇമാം സാബിനെ അന്വേഷണത്തിനിടെ പോലീസ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. കർണാടകയിലെ ഹുബള്ളിയിൽ 13 വയസ്സുകാരിയെ കൂട്ടബലാത്സംഗം ചെയ്തതായി പരാതി. പെൺകുട്ടിയുടെ മാതാപിതാക്കൾ വീട്ടിലില്ലാതിരുന്ന സമയത്തായിരുന്നു അതിക്രമം. രാജ്യത്ത് കടുവകളുടെ മരണസംഖ്യയിൽ വൻ വർധനവ് രേഖപ്പെടുത്തി. ദേശീയ കടുവ സംരക്ഷണ അതോറിറ്റിയുടെ പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം 2025 ആകെ 166 കടുവകളാണ് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ചത്തത്. വെനസ്വേലയിലെ സാഹചര്യം കടുത്ത ആശങ്ക സൃഷ്ടിക്കുന്നുവെന്നും മേഖലയിലെ മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം ഇന്ത്യ നിരീക്ഷിച്ചു വരികയാണെന്നും വിദേശകാര്യ മന്ത്രാലയം. ബന്ദിയാക്കിയ വെനസ്വേലിയൻ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയെ ന്യൂയോർക്കിലെ ഡിറ്റൻഷൻ സെന്ററിൽ ചോദ്യം ചെയ്ത് US. മഡൂറോയെ കൈവിലങ്ങണിയിച്ചു കൊണ്ടുപോകുന്ന ദൃശ്യവും അമേരിക്ക പുറത്തുവിട്ടു. വെനസ്വേലയിലെ അമേരിക്കൻ അധിനിവേശത്തെ വിമർശിച്ച ഐക്യരാഷ്ട്രസഭ US തുടക്കമിട്ടത് അപകടകരമായ കീഴ്വഴക്കത്തിനെന്ന് അന്റോണിയോ ഗുട്ടറസ്. വെനസ്വേലയുടെ വൈസ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസിനെ ഇടക്കാല പ്രസിഡന്റായി നിയമിച്ചു. ഭരണഘടനാ വ്യവസ്ഥകൾ 233, 234 എന്നിവ പ്രകാരമാണ് അധികാര കൈമാറ്റം. വെനസ്വേലയിലെ കടന്നാക്രമണത്തിന് പിന്നാലെ മഡൂറോയെ പരിഹസിച്ച് വൈറ്റ് ഹൌസ്. മാസങ്ങൾക്ക് മുൻപ് ട്രംപിനെ വെല്ലുവിളിച്ച് മഡൂറോ നടത്തിയ പ്രസംഗത്തിന്റെയും വെനസ്വേലയിൽ നടത്തിയ ആക്രമണത്തിന്റെയും ദൃശ്യങ്ങൾ സംയോജിച്ചുള്ള വീഡിയോയിലാണ് വൈറ്റ് ഹൌസിന്റെ പരിഹാസം. നിക്കോളാസ് മഡൂറോയ്ക്കെതിരായ നടപടിയിൽ ട്രംപിനെതിരെ രൂക്ഷ വിമർശനവുമായി ന്യൂയോർക്ക് മേയർ സൊഹ്റാൻ മംദാനി. ഒരു പരമോന്നത രാജ്യത്തിനുമേൽ ഏകപക്ഷീയമായ ആക്രമണം നടത്തി പ്രസിഡന്റിനെ ബന്ദിയാക്കുന്നത് യുദ്ധ നടപടിയാണെന്ന് മംദാനി വിമർശിച്ചു. വെനസ്വേലൻ ആക്രമണത്തിന് പിന്നാലെ മെക്സിക്കോ, ക്യൂബ, കൊളംബിയ എന്നീ രാജ്യങ്ങൾക്കെതിരെ നടപടിയുണ്ടാകുമെന്ന മുന്നറിയിപ്പുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്.
വെനസ്വേലയിലെ അമേരിക്കൻ നടപടിയെ വിമർശിച്ച് ലോസ് ആഞ്ചൽസ് മേയർ കാരൻ ബാസ് മഡൂറോയെ നീക്കം ചെയ്യാനുള്ള തീരുമാനം അശ്രദ്ധമായതാണെന്നും അമേരിക്കൻ ജനത ആവശ്യപ്പെടാത്ത ഒരു ആക്രമണം ആണിതെന്നും കാരൻ ബാസ് വിമർശിച്ചു. സ്വിറ്റ്സർലൻഡിലെ സ്കീ റിസോർട്ടിലുണ്ടായ തീപിടുത്തത്തിൽ ബാർ ഉടമകൾക്കെതിരെ ക്രിമിനൽ കുറ്റം ചുമത്തി. ഫ്രഞ്ച് പൗരന്മാരായ ദമ്പതികൾ ജാക്വസ് ജെസീക്ക മൊറോട്ടി എന്നിവർക്കെതിരെയാണ് അശ്രദ്ധ കാരണമുള്ള നരഹത്യാ കുറ്റമടക്കം ചുമത്തി കേസെടുത്തത്. മത്സ്യബന്ധന നിയമങ്ങൾ കൂടുതൽ ശക്തമാക്കാൻ ഒരുങ്ങിയ ഒമാൻ മത്സ്യബന്ധന ഉപകരണങ്ങളുടെ ശരിയായ ഉപയോഗത്തിനായി ബോധവൽക്കരണവും നിരീക്ഷണവും ശക്തമാക്കും. സൗദി അൽഹസ വികസന പദ്ധതികൾക്ക് തുടക്കം. 100 കോടി റിയാലിന്റെ പദ്ധതികളാണ് നടപ്പിലാക്കുന്നത്. മേഖലയെ ഏറ്റവും പ്രധാനപ്പെട്ട സാമ്പത്തിക ടൂറിസം മേഖലയാക്കി വളർത്തുകയാണ് പ്രധാന ലക്ഷ്യം. സൗദി വടക്കൻ അതിർത്തി മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചരിത്ര സ്മാരകങ്ങളിലൊന്നായ ലീനയിലെ കിങ് അബ്ദുൾ അസീസ് കൊട്ടാരം സന്ദർശകർക്കായി തുറന്നുകൊടുത്തു. വിന്റർ ഓഫ് ദർബ് സുബൈദ ആഘോഷങ്ങളുടെ ഭാഗമായാണ് നീക്കം. ഗൾഫ് റൂട്ടുകളിൽ ടിക്കറ്റ് നിരക്ക് കുത്തനെ കൂട്ടി വിമാന കമ്പനികൾ. കേരളം ഉൾപ്പെടെയുള്ള വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ടിക്കറ്റ് നിരക്കിലാണ് വലിയ വർധനവ് ഉണ്ടായിരിക്കുന്നത്. ദുബായ് റാഷിദിയ മെട്രോ സ്റ്റേഷനിൽ നിന്ന് ഗ്ലോബൽ വില്ലേജിലേക്ക് പുതിയ ബസ് റൂട്ട് ആരംഭിച്ച RTA. ഗ്ലോബൽ വില്ലേജിലേക്കുള്ള സഞ്ചാരം കൂടുതൽ എളുപ്പമാക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി. 102 എന്ന നമ്പറുള്ള ബസ് റൂട്ടാണ് റാഷിദിയ മെട്രോ സ്റ്റേഷനെ ഗ്ലോബൽ വില്ലേജുമായി ബന്ധിപ്പിക്കുന്നത്. സിവിൽ നിയമത്തിൽ സുപ്രധാന മാറ്റങ്ങൾ വരുത്തി UAE ഭരണകൂടം. വിദേശികൾ രാജ്യത്ത് മരണമടഞ്ഞാൽ അവരുടെ സ്വത്തുക്കൾ എങ്ങനെ കൈകാര്യം ചെയ്യും എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരുത്തിക്കൊണ്ടാണ് പുതിയ ഉത്തരവ്. വാഹനം ഓടിക്കുന്നതിനിടെ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതിന്റെ അപകടങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പുമായി അബുദാബി പോലീസ്. യുവർ കമന്റ് എന്ന പേരിൽ നടത്തുന്ന ബോധവൽക്കരണ ക്യാമ്പയിന്റെ ഭാഗമായി സമൂഹമാധ്യമങ്ങളിലൂടെ അപകട ദൃശ്യങ്ങൾ പുറത്തുവിട്ടാണ് മുന്നറിയിപ്പ് നൽകിയത്. ഭക്ഷണ സാധന ഡെലിവറി ഓർഡർ ലൈസൻസ് ഇല്ലാത്ത സ്ഥാപനങ്ങൾക്ക് നൽകരുതെന്ന് ഒമാൻ വാണിജ്യ വ്യവസായ മന്ത്രാലയം. ലൈസൻസ് ഇല്ലാത്ത ദാതാക്കളുമായി ഇടപാടുകൾ നടത്തുന്നതിൽ നിന്ന് റെസ്റ്റോറന്റുകൾ, സൂപ്പർമാർക്കറ്റുകൾ, വാണിജ്യ സ്ഥാപനങ്ങൾ, വ്യക്തികൾ എന്നിവർ മാറി നിൽക്കണമെന്നും മന്ത്രാലയം അഭ്യർത്ഥിച്ചു. ഭക്ഷ്യസുരക്ഷയിലും ഭക്ഷ്യസ്വയം പര്യാപ്തതയിലും മുന്നേറ്റം കൈവരിച്ച് ഖത്തർ. മുനിസിപ്പാലിറ്റി മന്ത്രാലയം പുറത്തിറക്കിയ റിപ്പോർട്ട് പ്രകാരം ഖത്തറിലെ 950 ഫാമുകളിൽ നിന്നായി പ്രാദേശിക വിപണികളിലേക്ക് ആവശ്യമായ ഉൽപ്പന്നങ്ങൾ എത്തിച്ചു. ഗ്രോക്ക് ഉപയോഗിച്ച് നിയമവിരുദ്ധ ഉള്ളടക്കങ്ങൾ നിർമ്മിക്കുന്നവർ തന്നെ അതിന്റെ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് ഇലോൺ മസ്കിന്റെ മുന്നറിയിപ്പ്. ഗ്രോക്ക് സൃഷ്ടിച്ച അശ്ലീല ഉള്ളടക്കങ്ങൾ 72 മണിക്കൂറിനകം നീക്കം ചെയ്യാൻ കേന്ദ്രം എക്സിന് നിർദ്ദേശം നൽകിയതിന് പിന്നാലെയാണ് മസ്കിന്റെ മുന്നറിയിപ്പ്. റെഡി ടു കുക്ക് ഭക്ഷണ വിപണിയിലെ മുൻനിരക്കാരായ ID ഫ്രഷ് ഫുഡിൽ വൻ നിക്ഷേപവുമായി ബ്രിട്ടീഷ് സ്ഥാപനമായ അപാക്സ് പാർട്ട്നേഴ്സ്. ഏകദേശം 1300 കോടി രൂപ നിക്ഷേപിച്ച ID ഫ്രഷിന്റെ 25% ഓഹരികൾ അപാക്സ് സ്വന്തമാക്കുന്നതായാണ് റിപ്പോർട്ട്. പുതുവർഷത്തിലെ പ്രധാന മെയിൻ ബോർഡ് IPOയ്ക്ക് തുടക്കം കുറിക്കാൻ കോൾ ഇന്ത്യ. കേന്ദ്ര സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള പൊതുമേഖലാ കമ്പനിയായ കോൾ ഇന്ത്യയുടെ സബ്സിഡിയറി കമ്പനിയായ ഭാരത് കോക്കിംഗ് കോൾ ആണ് വിപണിയിലേക്ക് എത്തുന്നത്. 46.57 കോടി ഓഹരികളാണ് വിൽപ്പനയ്ക്കെത്തുക. BWD Celion 7 ഇലക്ട്രിക് SUVയുടെ വില വർധനവ് പ്രഖ്യാപിച്ച കമ്പനി. പ്രീമിയം വേരിയന്റിന് 50,000 രൂപയാണ് വർദ്ധിപ്പിക്കുന്നത്. അതേസമയം പെർഫോമൻസ് വേരിയന്റിന്റെ വിലയിൽ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല. 2025 ആധിപത്യം തുടർന്ന് മാരുതി സുസുക്കി എർട്ടിഗ. കഴിഞ്ഞ വർഷം മാത്രം 1.92 ലക്ഷം പുതിയ ഉപഭോക്താക്കളെ മോഡൽ സ്വന്തമാക്കി. രാജ്യത്ത് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന കാറുകളുടെ പട്ടികയിൽ 5ാം സ്ഥാനത്താണ് എർട്ടിഗ. കാർ ഉടമകൾക്കും ഡ്രൈവർമാർക്കും ആശ്വാസം നൽകുന്ന പ്രഖ്യാപനവുമായി കേന്ദ്ര സർക്കാർ. ഫാസ്ടാഗ് ലഭിച്ചതിനു ശേഷം വാഹന വിവരങ്ങൾ വീണ്ടും സ്ഥിരീകരിക്കുന്ന നോ യുവർ വെഹിക്കിൾ നടപടിക്രമം ഫെബ്രുവരി 1 മുതൽ പൂർണ്ണമായും നീക്കം ചെയ്യും. കാറുകൾ, ജീപ്പുകൾ, വാനുകൾ എന്നിവയ്ക്ക് നൽകുന്ന പുതിയ ടാഗുകൾക്കാണ് ഇളവ് ബാധകം. കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് അണ്ടർ ഗ്രാജുവേറ്റ് പരീക്ഷയുടെ രജിസ്ട്രേഷൻ ആരംഭിച്ചു. രാജ്യത്തുടനീളമുള്ള കേന്ദ്ര സർവകലാശാലകളിലേക്കുള്ള ബിരുദ പ്രവേശനത്തിനായി ആഗ്രഹിക്കുന്നവർക്ക് ജനുവരി 30 വരെ അപേക്ഷ സമർപ്പിക്കാം. കേരളത്തിലെ എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ, ഫാർമസി, മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിലേക്കുള്ള 2026 പ്രവേശനത്തിനുള്ള അപേക്ഷാ സമർപ്പണം നാളെ ആരംഭിക്കും. ജനുവരി 31 വരെ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഇന്ത്യൻ ആർമിയിൽ കമ്മീഷൻഡ് ഓഫീസറാകാൻ അവസരം. എഞ്ചിനീയറിംഗ് ബിരുദമുള്ള പുരുഷന്മാർക്കും വനിതകൾക്കും അപേക്ഷിക്കാം. 2026 ഏപ്രിലിൽ ആരംഭിക്കുന്ന കോഴ്സിലേക്കുള്ള അപേക്ഷകൾ ജനുവരി 6 ആരംഭിക്കും. 2025 സ്പെഷ്യലിസ്റ്റ് കേഡർ ഓഫീസർ റിക്രൂട്ട്മെന്റ് സംബന്ധിച്ച അറിയിപ്പിൽ തിരുത്ത് പുറത്തിറക്കി SBI. ഒഴിവുകളുടെ എണ്ണം പരിഷ്കരിക്കുകയും അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതിയും നീട്ടി.
ഒന്നാം ക്ലാസ് പ്രവേശന പ്രായം 5-ൽ നിന്ന് 6 ആക്കണമെന്ന മാനദണ്ഡം ഉടൻ നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് കേരളമടക്കം 6 സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം കത്തയച്ചു. 6 വയസ്സിലായിരിക്കണം ഒന്നാം ക്ലാസ് പ്രവേശനമെന്നാണ് ദേശീയ വിദ്യാഭ്യാസ നയത്തിലെ നിർദ്ദേശമെന്നും വ്യക്തമാക്കി. സ്കൂൾ പാഠ്യപദ്ധതികളും പാഠപുസ്തകങ്ങളും തയ്യാറാക്കുന്ന NCERT-യെ സ്വയംഭരണ സർവകലാശാലയായി ഉയർത്താൻ തീരുമാനം ഈ മാസം അവസാനം തീരുമാനമുണ്ടാകുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം ഉദ്യോഗസ്ഥർ പറഞ്ഞു. UGCയുടെ അടുത്ത യോഗത്തിൽ ഇക്കാര്യം പരിഗണിക്കുമെന്ന് സൂചന. 5 വർഷം മുൻപ് അനൗൺസ് ചെയ്ത വെട്രിമാരൻ സൂര്യ കൂട്ടുകെട്ടിൽ ഒരുങ്ങുന്ന ചിത്രം വടിവാസൽ ഉപേക്ഷിച്ചിട്ടില്ല എന്ന് നിർമ്മാതാവ് കലൈപ്പുള്ളി S. സാനു. വടിവാസലിന്റെ അനിമസ്ട്രോണിക്സ് വർക്കുകൾ ലണ്ടനിൽ നടക്കുകയാണെന്നും ചിത്രം എന്തായാലും പ്രേക്ഷകരിലേക്ക് എത്തുമെന്നും S. സാനു പറഞ്ഞു. ചിത്രം ഉപേക്ഷിച്ചു എന്ന അഭ്യൂഹങ്ങൾ ഉയർന്നതിന് പിന്നാലെയാണ് പ്രതികരണം. രൺവീർ സിംഗ് നായകനാകുന്ന പുതിയ ചിത്രത്തിൽ കല്യാണി പ്രിയദർശൻ നായിക ആകുമെന്ന റിപ്പോർട്ട്. സംവിധായകൻ ജയ് മീത്ത ഒരുക്കുന്ന പ്രളയ എന്ന ചിത്രത്തിലൂടെയായിരിക്കും ബോളിവുഡ് അരങ്ങേറ്റം. ബിഗ് ബജറ്റിലാണ് ചിത്രം ഒരുങ്ങുന്നത് എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട്. വിജയ് നായകനാകുന്ന ജനനായകന്റെ ട്രെയിലറിൽ ഗൂഗിൾ ജെമിനിയുടെ വാട്ടർമാർക്ക് കണ്ടതോടെ സമൂഹ മാധ്യമങ്ങളിൽ ട്രോൾ മഴ. ട്രെയിലറിൽ വിജയ് തോക്കെടുക്കുന്ന രംഗത്തിലാണ് ജെമിനിയുടെ ലോഗോ കാണുന്നത്. ട്രെയിലറിലെ 23-ാം സെക്കൻഡിൽ താരത്തിന്റെ കൈയും തോക്കും മാത്രം സ്ക്രീനിൽ കാണിക്കുമ്പോഴാണ് ജെമിനി വാട്ടർമാർക്ക് പ്രത്യക്ഷപ്പെടുന്നത്. സോഷ്യൽ മീഡിയയിൽ തനിക്കെതിരെ വന്ന ബോഡി ഷേമിംഗ് കമന്റിന് ചുട്ട മറുപടിയുമായി നടി മഞ്ജു പിള്ളയുടെ മകൾ ദയാ സുജിത്ത്. തന്നെ കാണാൻ ആണത്തം കൂടുതലാണെന്നും ജിമ്മിൽ പോയാൽ പൂർണ്ണമായും ആണായി മാറും എന്ന അധിക്ഷേപ കമന്റിന് ആണത്തം നിങ്ങൾക്കില്ലാത്തതിൽ എനിക്ക് വിഷമമുണ്ട് എന്നായിരുന്നു ദിയയുടെ മറുപടി. ജിത്തു ജോസഫിന്റെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന ചിത്രം വലതുവശത്തെ കള്ളന്റെ ടീസർ നാളെ പുറത്തിറങ്ങും. ചിത്രത്തിന്റെ ടീസർ അനൗൺസ്മെന്റ് വീഡിയോ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടു. സസൂക്ഷ്മം വീക്ഷിക്കൂ ഓരോ നീക്കവും എന്ന ടാഗ്ലൈനോടെയാണ് ബിജു മേനോനെയും ജോജുവിനെയും കാണിച്ചുകൊണ്ടുള്ള ടീസർ അപ്ഡേറ്റ് പുറത്തു വന്നിട്ടുള്ളത്. BMW ബൈക്കിൽ യാത്ര ചെയ്യുന്ന മഞ്ജു വാര്യരുടെ ദൃശ്യങ്ങൾ വൈറലായതിനു പിന്നാലെ പ്രശംസയുമായി സാഹിത്യകാരി S. ശാരദക്കുട്ടി. കുടുംബത്തിന് താനില്ലെങ്കിലും ഒന്നും നഷ്ടപ്പെടില്ല എന്ന് മാത്രമല്ല തനിക്ക് കുടുംബമില്ലെങ്കിലും ഒന്നും നഷ്ടപ്പെടില്ല എന്നും തെളിയിച്ച സ്ത്രീ എന്ന് ശാരദക്കുട്ടി ഫേസ്ബുക്കിൽ കുറിച്ചു. രാജേഷ് മാധവൻ സംവിധാനം ചെയ്ത പെണ്ണും പൊറാട്ടും ചിത്രത്തിന്റെ ആഗോള റിലീസ് തീയതി പുറത്ത്. ഫെബ്രുവരി 6-ന് ചിത്രം റിലീസ് ചെയ്യും. ഗോവയിൽ ഗാല പ്രീമിയർ വിഭാഗത്തിൽ ഒട്ടേറെ മികച്ച അന്തർദേശീയ രാജ്യാന്തര ചലച്ചിത്രങ്ങൾക്കൊപ്പം ഈ വിഭാഗത്തിൽ ഈ വർഷം പ്രദർശിപ്പിച്ച ഒരേ ഒരു മലയാള സിനിമയാണ് പെണ്ണും പൊറാട്ടും. തമിഴ്നാട്ടിൽ പൊങ്കൽ ആഘോഷത്തിനിടയിൽ വിജയുടെ ജനനായകനും ശിവകാർത്തികേയന്റെ പരാശക്തിയും നേർക്കുനേർ. ഒറ്റ ദിവസത്തെ വ്യത്യാസത്തിലാണ് ചിത്രങ്ങൾ തിയേറ്ററുകളിൽ എത്തുന്നത്. ദീപാവലി റിലീസിന് സജ്ജമായിരുന്ന പരാശക്തി ജനനായകനുമായുള്ള ക്ലാഷ് റിലീസ് ഒഴിവാക്കാനാണ് പൊങ്കലിലേക്ക് മാറ്റിയത്. പിന്നീട് ജനനായകനും പൊങ്കൽ റിലീസിലേക്ക് മാറുകയായിരുന്നു.